നമുക്ക് രണ്ട് പുതിയ വാഹനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിലുപരി നമുക്കൊരു വ്യക്തിനെ പരിചയപ്പെടുത്താണ്ട്. ഇത്രയും കാലം നമ്മുടെ ഒരു കസ്റ്റമർ ആയിരുന്ന ഒരാളാണിത്, ഉസ്മാൻ ക. ഇന്ന് ഉസ്മാൻ ക ട്രൂ ചോയ്സിൻ്റെ കാർലെറ്റിൻ്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സ്റ്റാഫ് ടീമിൽ ഒരു ഉസ്മാൻ കന്ന് അംഗത്വം മെമ്പറായി ജോയിൻ ചെയ്തിരിക്കുകയാണ്. 2022 മുതൽ ഉസ്മാൻ ക ഞങ്ങളുടെ ഒരു കസ്റ്റമറും കൂടിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്വദേശം മൈസൂർ അല്ലേ? അല്ല, മംഗലാപുരമാണ്. മംഗലാപുരത്ത് 2022 നമ്മളൊരു ഡിസയർ ഇവിടുന്ന് വന്ന് പർച്ചേസ് ചെയ്തത്. അതെ, 2022 ഇവിടെ വന്നിട്ട് നമ്മളൊന്ന് പർച്ചേസ് ചെയ്തു. 2024 വീണ്ടും 2 വർഷത്തിന് ശേഷം വീണ്ടും നമ്മുടെ അടുത്ത് വന്നിട്ട് മറ്റൊരു വാഹനം പർച്ചേസ് ചെയ്ത്. അങ്ങനെ ഈ ഭാര്യ വീട് എന്നത് വേങ്ങര, മലപ്പുറത്താണ്. അപ്പോൾ ഇവിടെ മലപ്പുറത്ത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എൻ്റെ അടുത്ത് വരും, വാഹനങ്ങളൊക്കെ നോക്കും. 2 വാഹനം ഇപ്പോൾ പർച്ചേസ് ചെയ്തു. 3ാമത്തെ വാഹനം പർച്ചേസ് ചെയ്തു കഴിഞ്ഞ ദിവസം. അങ്ങനെ ടോട്ടൽ 4 വണ്ടി ടോട്ടൽ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്തു. നമ്മളോട് ഇഷ്ടം കാരണം അദ്ദേഹം ഇവിടെ മലപ്പുറത്തൊരു വീട് വെച്ച് ഇവിടെ ഇങ്ങോട്ട് സെറ്റിൽ ആവാനുള്ള തീരുമാനം എടുത്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും. ഇവിടെ സെറ്റിലാകാൻ വേണ്ടിയിട്ട് ഒരു ജോലി വേണമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഇവിടെ വേക്കൻസി, എനിക്ക് നിലവിൽ വേക്കൻസി ഇല്ല, പക്ഷേ ഉസ്മാൻ ഖാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേക്കൻസി കൊടുത്തിട്ട് ഇവിടെ നമ്മളെ കൂടെ കൂട്ടി. ഉസ്മാൻ ഖാക്ക് ആണെങ്കിൽ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ അത്രയൊരു സേഫ്. ഞാൻ പുറത്ത് വേറെ ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ ഖാക്ക് അത്ര ഒരു കംഫർട്ട് കിട്ടിയില്ല. ഇവിടെ അനീസിൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജോലി ഇല്ലെങ്കിലും വേക്കൻസി ഇല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്തു, പുള്ളിയെ ഇവിടെ നമ്മുടെ ഒരു ടീം മെമ്പറായിട്ട് കൂട്ടി. മംഗലാപുരത്താണ് പുള്ളി സ്വദേശം വരുന്നത്. ഇവിടെ നിലവിൽ ഇപ്പോൾ ഒരു വീടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മലപ്പുറത്ത് സെറ്റിലായി അല്ലേ? എന്താണ് ഇവിടെ തന്നെ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ സെറ്റ് ഉണ്ടാവാൻ കാരണം എന്താ? കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് പുതിയ സ്ഥലം, പുതിയ വീട്, പുതിയ അയൽവക്കം, പിന്നെ പുതിയ റോഡ്, പുതിയ നാട്, അതെ, ഇതൊക്കെ കൊണ്ടു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. പിന്നെ ജോലി അന്വേഷിച്ച് നടന്നാൽ നമുക്ക് പരിചയമില്ലാത്ത, എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ജോലി തരാനും ആൾക്കാർ അത്ര. അതിനിടയ്ക്ക് വേറെ കോമഡി ആയിരുന്നു. ഇതേ ജീവിക്കാൻ വേണ്ടിയിട്ട് മംഗലാപുരത്ത് ഓട്ടോ ഓടിയ ആളാ. മംഗലാപുരത്ത് ഓട്ടോ ഓടിക്കൊണ്ടായിരുന്നു. ആ ഓട്ടോന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ മലപ്പുറം പടപ്പറമ്പിൽ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഇട്ടു. സ്റ്റാൻഡിലിടും, ബാക്കിലുള്ള വണ്ടിയൊക്കെ ഫോൺ കോളിൽ വീട്ടിൽ നിന്ന് കോൾ വരും, എടുത്തുകൊണ്ട് പോകും. വൈകുന്നേരം വരെ ഇയാൾ ഫ്രണ്ടിൽ കിടക്കും. അങ്ങനെ ഒരു ചെറിയൊരു അനുഭവം ഇയാൾക്കുണ്ടായി. പിന്നെ ഓട്ടോ എടുത്ത് ഒഴിവാക്കിയായിരുന്നു. അത് ലാഭമില്ല എന്നൊരു പരിപാടി കണ്ടപ്പോൾ എടുത്ത് ഒഴിവാക്കി. അങ്ങനെയാണ് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വന്നത്. എന്തെങ്കിലും ഒരു ഷോപ്പോ കാര്യങ്ങളൊക്കെ ബിസിനസ് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് നിൽക്കട്ടെ, ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം, ഇവിടുത്തെ നാടും വീടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയം ആയതിനു ശേഷം നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതുവരെ തൽക്കാലം എൻ്റെ അടുത്ത് നിൽക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവിടെ എത്തിയത്. എങ്ങനെയുണ്ട് ട്രൂ ചോയ്സിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ്? അല്ലെങ്കിൽ മാഷാല്ലാ നല്ല കുഴപ്പമില്ല. നല്ല അനീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3-4 കൊല്ലത്തിൻ്റെ പരിചയം. വണ്ടി വാങ്ങുന്നതുമല്ലാതെ അവനെ കൂടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി. നല്ലൊരു അനിയനെ പോലും ഏട്ടനെ പോലും ഞാൻ ഒരു ചങ്ങായിനെ പോലെ ഞാൻ കൂട്ടി. പിന്നെയും ഇവിടെ വരണമെന്ന് തോന്നി. ഫാമിലിയോടെ ഇവിടെ വന്ന് വണ്ടിയും പർച്ചേസ് ചെയ്ത് പിന്നെ കൂടെ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാനും താല്പര്യപ്പെട്ടു. ഞാൻ അതിനും എന്നെ സഹായിച്ചു. പിന്നെ മുമ്പോട്ട് ഇതുപോലെ പോകണം എന്ന തീരുമാനത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനിയും എന്നെ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ ടീമിലെ ഏക സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഉസ്മാൻ ക. ഞങ്ങളൊക്കെ പിന്നെ യങ്സ്റ്റേഴ്സാണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത്. ഒക്കെ പയ്യന്മാരാണ്. 18, 20, 25 വയസ്സായ പയ്യന്മാരുടെ ഇടയിൽ ഞങ്ങൾ കാരണവരായിട്ട് ഒരാളാണ് ഇപ്പോൾ നിങ്ങൾ. അപ്പോൾ അതേ രീതിയാണ് നിങ്ങളൊരു വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ എന്നും കൂടെ ചേർത്ത് നിർത്തുന്ന ഒരാളാണ്. കാരണം ഞങ്ങൾ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. കാരണം ഒരു 30 ആളടങ്ങിയ ടീം വളരെ സന്തോഷമായിട്ട്, വളരെ ഒരു ഫാമിലി എങ്ങനെ കഴിയുന്നത് ആ രീതിയിലാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. അപ്പോൾ ആ ടീമിലൊരു മെമ്പർ ആവുക, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്, ഒരിക്കലും ഒരു വർക്ക് ചെയ്യാന്നുള്ളൊരു മൂഡിൽ ഇവിടെ നിൽക്കില്ല. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്, കളി ചിരി തമാശകളായിട്ട്, അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ വന്നിട്ട് രാവിലെ തൊട്ട് ഇപ്പോൾ വൈകുന്നേരം വരെ ഞാൻ അനുഭവപ്പെട്ട് നല്ല രീതിയിൽ നല്ല വർക്കേഴ്സും നല്ല ഫ്രണ്ട്ഷിപ്പും നല്ലതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിങ് ഉണ്ട്. നിസ്കാര സമയത്തിനും നിസ്കാരത്തിനും വിട്ട്, ഭക്ഷണ സമയത്ത് ഭക്ഷണത്തിനും. പിന്നെ ഞാൻ ഒരു ജോലിക്കാരനെ പോലെ എന്നെ കാണുന്നില്ല. നമ്മളൊരു സുഹൃത്തിനെ പോലെ, ഒരു നല്ലൊരു ഫ്രണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് എനിക്ക് ഇതിൽ. ഓക്കെ താങ്ക് യു. അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. നിങ്ങളെ മംഗലാപുരത്തുള്ള ആരെങ്കിലും നമ്മൾ വീഡിയോ കണ്ടെങ്കിൽ ഉസ്മാൻ ഖാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? ಮಂಗಳೂರಿಂದ ಜನಗಳೇ ಬನ್ನಿ, ಕೇರಳಕ್ಕೆ ಬಂದುಬಿಟ್ಟು ಗಾಡಿ ತೊಗೊಂಡೋಗಿ ನಿಮ್ಗೆ ಬೇಕಾಗಿರುವ ನಿಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಅಂದ್ಕೊಂಡಿರುವಂಥ ಗಾಡಿಗಳು ನಿಮಗೆ ನಮ್ಮ ಬ್ರದರ್ ಅನೀಸ್ ಸರ್ ಅವರು ಡೆಫಿನೆಟಾಗಿ ಕೊಡ್ತಾರೆ. ಭರವಸೆಯಿಂದ ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಅವ್ರ ಮೇಲೆ ನಂಬಿಕೆ ಬೇಕು. ನಂಬಿಕೆ ಇಟ್ಟು ಬನ್ನಿ, ನಾನು ನಿಮಗೆ ಸಹಾಯ ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಬನ್ನಿ. എന്താ പറഞ്ഞോണ്ട് മലയാളത്തിൽ പറഞ്ഞു, മലയാളികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വരിക, വണ്ടി കാണുക, നല്ല വിശ്വാസത്തിൽ നിങ്ങൾ വണ്ടി വാങ്ങിക്കുക, നല്ല വിശ്വാസത്തിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ സെറ്റാക്കാം. ഈ 2 വണ്ടി കൂടി നമുക്ക് പരിചയപ്പെടുത്താണ്ട്. 2 വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതും ഓട്ടോമാറ്റിക്കലി വരുന്ന 2013 മോഡൽ i10. ഇതിൻ്റെ ഏറ്റവും വലിയ യൂണിക് നമ്പർ തന്നെയാണ് i10.
നമ്പറിൽ തന്നെ 110 എന്നുള്ള നമ്പറിലാണ് പിന്നെ വാഹനം വന്നിട്ടുള്ളത്. 13 സ്പോർട്സ് എന്ന വേരിയൻ്റാണ്. വെറും 54,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 80 എന്നുള്ള ഗിയർ ബോക്സാണ്. 80 ഗിയർ ബോക്സിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 2010 മോഡലിൻ്റെ. ഈ ഒരു വാഹനത്തിൽ 80 ഗിയർ ബോക്സ് ആകുമ്പോൾ നമ്മൾ ഏതൊരു കയറ്റത്തിലിട്ട് കഴിഞ്ഞാൽ വാഹനം പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കേണ്ട. ഡ്രൈവ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ വാഹനം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വാഹനം മുന്നോട്ടേ പോകുള്ളൂ. ഒരിക്കലും പുറകോട്ട് ഇറങ്ങുന്നുള്ളൊരു ടെൻഷൻ വേണ്ടാതെ ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമാണ് 80 ഗിയർ ബോക്സിൽ നിന്ന് ഐറ്റൻ 2013 മോഡൽ. വെറും 54,000 കിലോമീറ്റർ ഈ ഒരു വാഹനം സ്വന്തമാക്കും. വെറും 2,55,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. അതേപോലെ തന്നെ ഒരു വോക്സ്വാഗൻ്റെ റെഡ് കളർ പോളോക്ക് ഒരുപാട് പേര് ആരാധകരിലാണ്. ഇത് 18 മോഡൽ വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓൺഷിപ്പിൽ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ നിന്ന് 400 എന്നുള്ള നമ്പറിൽ വരുന്ന വാഹനം. 400 എന്നുള്ള നമ്പർ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മുടെ അടുത്തൊരു പോളോ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു 400 എന്നുള്ള നമ്പറിൽ. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിൽ ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് വരുന്ന ട്രെൻഡ് ലൈൻ എന്നുള്ള വേരിയൻ്റാണ്. ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 4,75,000 രൂപ സീറോ ഡൗൺ പേയ്മെൻറ്റ്, 4,75 നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ഉള്ള ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ 2 വാഹനങ്ങളാണ് ഇന്ന് പുതുതായിട്ട് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയി വന്നിട്ടുള്ളത്. 2 വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇപ്പോഴത്തെ വാഹന വിശേഷങ്ങൾക്ക് പേജ് ഫോളോ ചെയ്യുക.